നമസ്കാരം. നമ്മൾ പറയാൻ പോകുന്നത് 2026 വർഷഫലമാണ്. മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രത്തിൽ എന്ന് പറഞ്ഞാൽ ലക്ഷ്യബോധത്തിൽ പ്രവർത്തിക്കുന്ന നക്ഷത്രക്കാർക്ക് പുതിയ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണാധിക്യം തന്നെ പറയാം. എങ്കിൽ പോലും ഇവർക്ക് ശുഭകാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് മാത്രം ചെയ്യണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. സർവീസിലുള്ളവർക്ക് കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ്. ചെറിയ യാത്രകൾ സുഖകരമായിട്ട് വരാൻ, വീട് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്ത് വിജയിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജനമധ്യത്തിൽ പ്രശസ്തി വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അധ്യാപകർക്ക് പ്രൊമോഷൻ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം കൈവരിക്കാനാവുന്നതായിരിക്കും. വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഗൃഹക്കച്ചവടത്തിൽ നല്ല ലാഭങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഈ സ്ത്രീകൾ വഴി ചെറിയ പഴികളൊക്കെ കേൾക്കാം. അതൊക്കെ ഒന്ന് കഴിവതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വ്യവഹാര കാര്യങ്ങൾ അനുകൂലമായിട്ടുള്ള ഒരു വിധി ഇവർക്ക് ഉണ്ടാവുന്നതായിരിക്കും. ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാവും. വാഹനങ്ങൾ മാറ്റി വാങ്ങിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ഏറ്റെടുത്ത എല്ലാ പ്രവൃത്തികളും വിജയം കൈവരിക്കും. ജനമധ്യത്തിൽ അംഗീകാരം വർദ്ധിക്കുമെങ്കിലും വീട്ടിൽ അത്ര അംഗീകാരം കിട്ടുന്നില്ല എന്നൊരു വിഷമം ഇവരെ വേട്ടയാടി എന്ന് വരാം. സ്ത്രീകൾക്ക് കുറച്ച് രോഗങ്ങൾ വർദ്ധിക്കുന്ന വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. യുവജനങ്ങൾക്ക് വിവാഹം നടക്കാനുള്ള അവസ്ഥ, സന്താനങ്ങൾ ഉണ്ടാകാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. ജോലിസ്ഥലത്ത് കൂടുതലായിട്ട് ആകർഷകമായിട്ടുള്ള ശമ്പളം കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട്. ആഡംബര വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വർക്ക്ഷോപ്പുമായിട്ടോ ഏജൻസിയുമായിട്ടോ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ല സാമ്പത്തിക ലാഭങ്ങൾ അവർക്ക് ഉണ്ടാകുന്നതായിരിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള യോഗം കാണപ്പെടുന്നുണ്ട്. കടബാധ്യതകൾ തീർക്കാൻ, ജോലി ഭാരം കുറയ്ക്കാൻ, സാമ്പത്തിക സുസ്ഥിരത ഉണ്ടാവാൻ ഒക്കെയുള്ളൊരു വർഷമായിട്ട് നമുക്ക് ഇവർക്ക് പറയാവുന്നതാണ്.